ജില്ലയുടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ്. ഇത് ഉച്ച മുതൽ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. ഈ മഴയിൽ ചെറുപുഴ പ്രാപ്പോയിൽ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് വിവരം. ചെറുപുഴയിൽ നമുക്ക് ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചെറുപുഴ പ്രാപ്പോയിൽ ഈസ്റ്റിലെ ഒരു വീടിന്റെ കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ചെറുപുഴ പ്രാപ്പോയിൽ ഈസ്റ്റിലെ പറമ്പിൽ ആന്റണിയുടെ വീട്ടുമതിലാണ് ഇടിഞ്ഞു വീണത്. നമുക്ക് അറിയാൻ സാധിച്ചത് വീടിനകത്ത് ചെളിയും വെള്ളവും ഒക്കെ കയറിയ അവസ്ഥയാണ്. ഇതുപോലെ ആ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടിന്റെ കിണറിനും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവം ഉണ്ടായത് ഇന്ന് 2 മണിയോടുകൂടി ഇവിടെ മലയോര മേഖലയായ തിരുമേനി പ്രാപ്പോയിൽ പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയായിരുന്നു. റോഡിൽ നിറഞ്ഞു കവിഞ്ഞാണ് വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിലാണ് റോഡ് കവിഞ്ഞ് വെള്ളം വന്നു. റോഡിന് അടിവശത്തിരുന്ന വീടുകളിലെല്ലാം വെള്ളം കയറി. പ്രത്യേകിച്ച് പറമ്പിലാങ്കണിയുടെ വീട്ടിലോട്ട് വെള്ളം വരികയും ജനലൊപ്പത്തിൽ വെള്ളം വന്നിട്ട് വീടിനകം മുഴുവൻ ചെളിയും മണ്ണുമാണ് വന്ന് കയറിയത്. വീടിന്റെ കിണറിന് പറ്റിയിട്ടുണ്ട്. വീടിനോട് ചേർന്നാണ് ഇത്. 8 സെന്റ് സ്ഥലമാണ്. ഇപ്പൊ വീടിനോട് ചേർന്ന് കിണറിനോട് തൊട്ട് ചേർന്നാണ് ഈ മതിലുള്ളത്. ഇത് 2 മണിക്ക് 4-5 മണി വരെ തുടർച്ചയായ മഴയായിരുന്നു. പ്രാപ്പോയിലും മുളപ്പുറപ്പള്ളി ആ ഭാഗങ്ങളിലൊക്കെ ഈ മഴയുടെ കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത് വലിയൊരു കൂറ്റം മതിൽ തന്നെയാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത് അല്ലെ? അതെ, കൂറ്റം വലിയ മതിലാണ്. ആർക്കെങ്കിലും പരിക്കോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ആ സമയത്ത് എനിക്കൊന്നു വലിയ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നത് അല്ലെ? കനത്ത മഴ ഇടിയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ആരും പുറത്തിറങ്ങിയില്ല. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യമായില്ല. സാറിനെ കാണുന്നുണ്ടല്ലോ ആ മഴയും വെള്ളവും വേണ്ടിയത്. അപ്പൊ അത്രയും ഭീകരതയുള്ളപ്പോ വണ്ടിയോ മനുഷ്യനോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീടിങ്ങനെ ഏകദേശം 20 മീറ്റർ ദൂരത്തോടാണ് ഈ മതിലിന്റെ കട്ടകളും ഇതിന്റെ കമ്പികളും ഒക്കെ തെറിച്ചു പോയിരിക്കുന്നത്.